നമസ്കാരം. പാലക്കാടിൻ്റെ മുൻ MLA ആയിരുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ വടകരയുടെ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇത് ഭയങ്കരമായ പ്രൊഫഷണലി ഇതായിട്ടുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായമൊന്നുമല്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് കൊണ്ടുപോയത്, അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്, അത്തരമൊരു പ്രഖ്യാപനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയ ഒരു ഡിസിഷൻ, അതായത് UDFൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അത് വളരെയധികം അതിശയമാണ് തോന്നിയത്. കാരണം അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അദ്ദേഹത്തെ കൂടുതലായും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് കേരള രാഷ്ട്രീയത്തിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയും അദ്ദേഹത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ വേണ്ടത് പാലക്കാട്ടാണ്. ഇപ്പോൾ UDFൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വടകരയിൽ നിന്ന് ആര് ജയിച്ചാലും, അതിപ്പോൾ LDF ആയാലും ശരി UDF ആയാലും ശരി, അത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ആ ഒരു സ്ഥാനം പോകുന്നത്. ആ ഒരു വോട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു വോട്ടിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്കുള്ളത് തന്നെയാണ്. അതിപ്പോൾ LDF ആയാലും ശരി UDF ആയാലും ശരി. എന്നാൽ നമ്മൾ പാലക്കാട്ടേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിലിനെ അങ്ങോട്ട് മാറ്റേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നാനായിട്ടുള്ള കാര്യം. കാരണം പാലക്കാട്ട് ഷാഫി പറമ്പിൽ അദ്ദേഹം അടിയുറച്ച് തന്നെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അവിടെയുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ ഒരു കാലത്തും ഉപേക്ഷിച്ചിട്ടില്ല. അത് നമ്മുടെ ശ്രീധരൻ സാർ ഇവിടെ വന്ന് മത്സരിക്കുന്ന ആ സമയത്ത് പോലും ഷാഫി പറമ്പിലിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ജനങ്ങളാണ് പാലക്കാട്ടുള്ളത്. അത്രയും ജനസമ്മതിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ വടകരയിൽ കൊണ്ട് മത്സരിപ്പിച്ചതിനെ ആ ഒരു തീരുമാനം അത്ര കണ്ട് നല്ലതാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു. അദ്ദേഹം വടകരയിൽ നിന്ന് നല്ല രീതിയിൽ ജയിക്കുകയും ഇപ്പോൾ MP ആയിട്ട് തന്നെ അദ്ദേഹം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം കൂടുതലായും ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങാൻ കഴിയുന്ന, ഒരുപക്ഷെ ഒരു ഭാവി മുഖ്യമന്ത്രി വരെ ആയേക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി തന്നെ ഇപ്പോഴും, അതായത് പലരും അദ്ദേഹത്തെ കാണുന്നത് ഒരു ഭാവി കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്തേക്ക്, അത്തരം ഒരു സ്ഥാനത്തേക്ക് വരെ വരാൻ സാധ്യതയുള്ള യുവ നേതാക്കളിൽ ഏറ്റവും മുമ്പിൽ ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. അതിനാൽ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിച്ചാലും അവരുടെ കൂടെ ഷാഫി പറമ്പിൽ ഇതുപോലെ തന്നെ ആക്റ്റീവായി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തിരഞ്ഞെടുപ്പിൽ ആക്റ്റീവായി തന്നെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാലക്കാട്ട് UDFന് പുഷ്പം പോലെ തന്നെ നേടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുക സംസ്ഥാന രാഷ്ട്രീയത്തിലാണ്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളിൽ തന്നെ, അദ്ദേഹം നടത്തുന്ന ചില റാലികളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അത്ര കണ്ട് ജനക്കൂട്ടമാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെയല്ല ശരി, ഞങ്ങൾക്ക് മറ്റഭിപ്രായമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആരൊക്കെ ഭാവിയിൽ ഷാഫി പറമ്പിൽ നമ്മളുടെ മുഖ്യമന്ത്രിയായി കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.